പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മുടെ ഹണി റോസിലേക്ക് തിരിച്ചു വരികയാണ്. ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ 2-3 പ്രാവശ്യം തുടർച്ചയായിട്ട് പറയുന്നതിനകത്ത് അനുയോജ്യത്വമുണ്ട് എന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ റിലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമെന്ന രീതിയിൽ കേവലം ഹണി റോസ് എന്ന തേനിലെ റോസാപ്പൂവിലെ തേൻ എന്നൊക്കെ ആൾക്കാർ വിശേഷിപ്പിക്കാത്ത ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം റോസും ഉണ്ട്, ഹണിയുണ്ട്. എന്തായിരുന്നാലും ഹണിയെക്കുറിച്ചാണ് ഇപ്പോൾ സമകാലിക പ്രസക്തിയുള്ള വിഷയം എന്ന രീതിയിൽ കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നത്. അതൊരു പെൺകുട്ടിയുടെ ഒരു സുന്ദരിയായ ഒരു സിനിമാ നടിയുടെ വിഷയം എന്ന രീതിയിലല്ല, ഒരു പെൺകുട്ടിയുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടും അവരുടെ അഭിമാനബോധവുമായി ബന്ധപ്പെട്ടും അവരുടെ പൗരാവകാശമായി ബന്ധപ്പെട്ടും അവർക്ക് സമൂഹത്തിൽ ലഭിക്കേണ്ടുന്ന സ്ഥാനത്തെക്കുറിച്ചും ഒക്കെയുള്ള വലിയ ചർച്ചകൾക്കാണ് ഇത് വഴിവെച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സണ്ണി ലിയോൺ പണ്ട് കൊച്ചിയിലൊരു ഉദ്ഘാടനത്തിൽ വന്നു. കൊച്ചി നഗരം മുഴുവൻ ബ്ലോക്കായി, ട്രാഫിക് ബ്ലോക്കായി. കാരണം ആൾക്കാർ ഇരച്ചു കയറുക സണ്ണി ലിയോണിനെ കാണാൻ. അപ്പോൾ ഇത് കിന്നാരത്തുമ്പി സിനിമ കാണാൻ പോകുന്ന അതേ മാനസികാവസ്ഥയോടുകൂടി, അത്തരം മാനസിക വൈകൃതത്തോടു കൂടിയിട്ട് കാണാൻ പോകുന്നവരാ. ഇപ്പോൾ ഹണി റോസ് പോകുന്ന സ്ഥലങ്ങളിൽ ഉദ്ഘാടന ചടങ്ങുകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. പുരുഷന്മാരാണ്, വായ്നോക്കികളാണ് പോകുന്നത്. അങ്ങനെയുള്ള വായ്നോക്കികൾ ഉള്ളിടത്തോളം കാലം ഇവർക്ക് 5 ലക്ഷമോ 10 ലക്ഷമോ മേടിച്ച് ഉദ്ഘാടനത്തിന് പോകാൻ കഴിയും. അത് ബിസിനസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ അങ്ങനെ എടുക്കും. ഇപ്പം അഖിൽമാരാർ പോകുമ്പോൾ, അതും അഖിൽമാരാർ പോകുമ്പോഴോ അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞ അലറൽ വീരൻ പോകുമ്പോഴും ഒക്കെ ആൾക്കാർ കൂടുന്നത് എന്തുകൊണ്ടാണ്? അഖിൽമാരാർ കുറച്ച് സെൻസിബിളായിട്ട് സംസാരിക്കും, മറ്റവനിങ്ങനെ ഒച്ച ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് ഇവർക്കൊരു താരാരാധനയുടെ ഭാഗമായിട്ട് പോകുന്നവരുണ്ട്. നമുക്ക് അവരാരാണെന്നറിയില്ല, അവരുടെ മാനസികങ്ങൾ എന്താണെന്നറിയില്ല, അവരുടെ സ്വഭാവം എന്താണെന്നറിയില്ല, അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയില്ല. ഒന്നും അറിയാതെ നമ്മൾ കണ്ട് ആരാധിച്ചു പോവുക. എഴുത്തിലൂടെ ചിലരെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ അറിവിൽ തന്നെ 10-35 വയസ്സുള്ളൊരു യുവതിയാണ്, പത്രപ്രവർത്തക മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ഞാനായിട്ട് 10 വർഷത്തിലേറെ, 12 വർഷത്തിലേറെ, 2012 തൊട്ട് 13 വർഷത്തിലേറെ ആയിട്ടുള്ള ബന്ധമുണ്ട്. അവളിപ്പോൾ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ ഫോണിൽ കൂടി ഇടയ്ക്ക് ബന്ധപ്പെടാറുണ്ട്. ഞങ്ങൾ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ്. പക്ഷേ പിന്നീട് സംസാരിച്ച് പല വിഷയത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത്, ഗൾഫിലാവുമ്പോൾ സംസാരിച്ച സമയത്ത് അവൾ പറഞ്ഞ അവൾക്ക് ഒരാളോട് വല്ലാത്ത ക്രഷ് ഉണ്ട്. ഒരിക്കലെങ്കിലും അയാളുടെ നെഞ്ചിലൊന്ന് മുഖം ചേർത്ത് നിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. അയാളോട് കൂടി ഒരു കടപ്പുറ പങ്കിടാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ആരാന്നറിയോ? മമ്മൂട്ടി. സ്വന്തം അച്ഛനേക്കാൾ പ്രായം കൂടിയ മമ്മൂട്ടി. അപ്പം അങ്ങനെയുള്ള ആരാധനകളുള്ളവരുണ്ടാവും. പലരോടും പല രീതിയിലുള്ള ക്രഷ് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അതേപോലെ തന്നെ എഴുത്തുകാരി ശോഭാഡേയും പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് നിൽക്കണം എന്നുള്ളത്. ഫഹദ് ഫാസിലിനോട് ആ രീതിയിൽ പെൺകുട്ടികൾക്ക് വല്ലാത്ത സെക്ഷൽ ആയിട്ടുള്ള അട്രാക്ഷൻ, പ്രണയമല്ല, അതിനപ്പുറത്ത്. നാനാ പട്ടേക്കർ ഈ ഹൃതിക് റോഷനും ഈ സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും അഭിഷേക് ബച്ചനും ഒക്കെ കത്തി നിൽക്കുന്ന കാലത്ത് ബോളിവുഡിൽ ക്യാമ്പസുകളിൽ, ഉത്തരേന്ത്യൻ ക്യാമ്പസുകളിൽ സർവേ നടത്തിയപ്പം പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ക്രഷ് ഉണ്ടായിരുന്നത് നാനാ പട്ടേക്കറോടാണ്. ഇങ്ങനെ സിഗരറ്റും വലിച്ച് കറുത്ത ചുണ്ടുള്ള ഒരാളാണ്. പക്ഷേ നമ്മൾ കാണാത്ത പലതും, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും പരസ്പരം ഇഷ്ടപ്പെടുത്തുന്ന ചില ഘടകങ്ങളുണ്ട്. പ്രണയത്തിനാവുമ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ പോകും. ചിലപ്പോൾ ഒറ്റ സൈറ്റിൽ തന്നെ ആയിരുന്നു വരും. അവിടെ ചിലപ്പോൾ സൗന്ദര്യം ഘടകമാവില്ല. അതേസമയം സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് വേറൊന്നാണ്. അതിനകത്ത് ഓരോരുത്തരുടെയും ഓരോ അഭിരുചികൾ, ആറ്റിറ്റ്യൂഡ്സ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ പ്ലേ ബോയ്സ് ഉണ്ട്. അത് കൂടുതലും ആൻറ്റിമാരാണ് അവരെ തിരഞ്ഞെടുക്കുക. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, വിവാഹം ബന്ധം വേർപെട്ടതിന് ശേഷം പിന്നീട് ഒറ്റയ്ക്ക് കഴിയുന്നവർ, അങ്ങനെയൊക്കെയുള്ള ചിലരുണ്ട് പ്ലേ ബോയ്സ്. തിരിച്ച് പെൺകുട്ടികളും അതിന് വില്ലിങ്ങായിട്ട് പോകുന്നവരുണ്ട്. ശനിയാഴ്ചകളിൽ നിങ്ങൾ കൊച്ചിയിലെ അതെവിടെ വേണമെങ്കിലും, വാഴക്കാലയാവട്ടെ, പാലാരിവട്ടത്താവട്ടെ, കരൂരാവട്ടെ, ഈവൻ കളമശ്ശേരി ആവട്ടെ, ആലുവയിലാവട്ടെ, നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ റൂം കിട്ടാത്ത അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഏകദേശം 1 വർഷം മുമ്പാണ് ഞാൻ കുറച്ച് മദ്യപിച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ പെങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ സെപ്പറേറ്റാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസം തൊട്ട് അനിയത്തിൻ്റെ കൂടെ താമസിക്കുന്നത്. അനിയത്തിയും അളിയനും ഞാനുണ്ട്. അളിയനൊന്നും പറയുന്നില്ല. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം അടുത്ത് വന്നിട്ട് വർത്താനം പറയാൻ നിൽക്കും, ഭയങ്കര സ്നേഹത്തോടെ. എന്തിനാന്ന് വെച്ചാൽ മണം ഉണ്ടോ എന്ന് അറിയാനാണ്. മണം ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ഭ്രാന്ത് പിടിച്ച മാതിരി, ഹിസ്റ്റീരിയ ബാധിച്ച പോലെ അവൾ കിടന്ന് ഇങ്ങനെ നമ്മളെ പിന്നെയും കുടിക്കാൻ പറഞ്ഞു വിടുന്ന മാതിരിയുള്ള വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് കഴിക്കുകയും ചെയ്ത് കുറച്ച് ലേറ്റ് ആകുകയും ചെയ്ത് എനിക്ക് വീട്ടിൽ പോകാൻ വയ്യ. അന്ന് ഞാൻ നവകേരളയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. നവകേരളക്കാർ അവരെ കാറെടുത്തിട്ട് എനിക്ക് ഹോട്ടലിൽ എവിടെയും റൂം എടുക്കാൻ വേണ്ടി തിരഞ്ഞൊരു 10 ഹോട്ടലിൽ തെണ്ടി നടന്നിട്ടാണ് അവസാനം കിട്ടിയില്ല. അവസാനം നവകേരളയുടെ ഓഫീസിലാണെന്ന് ഞാൻ കിടന്നത് അന്നത്തെ ദിവസം. അപ്പോൾ അതാണ് കാരണം. ശനിയാഴ്ചകളിൽ, വീക്കെൻഡ്സിൽ ഇങ്ങനെ കപ്പിളായിട്ട് വന്നിട്ട് റൂം എടുക്കുക. അത് കല്യാണം കഴിഞ്ഞ് വരുന്നതല്ല. പലയിടത്തും നിൽക്കുമ്പോൾ വളരെ 10-20 വയസ്സുള്ള പെൺകുട്ടികളൊക്കെയാണ് നിൽക്കുന്നത് റിസപ്ഷൻ കൗണ്ടറിൽ റൂമിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഡേറ്റിംഗ് ആപ്പുകളുണ്ട്,
ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും ഹണി റോസിലേക്ക് തിരിച്ചു വരാം. ഹണി റോസിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹണി റോസിനെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഹണി റോസ് എന്നുള്ള പേരറിയാം, ഹണി റോസിൻ്റെ ഫേസ് അറിയാം. പക്ഷേ ഹണി റോസിനെ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടാണ് ഹണി റോസിൻ്റെ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്തത്, ഹണി റോസിൻ്റെ ഒരുപാട് ഫോട്ടോസ് റെഫർ ചെയ്തതൊക്കെ. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് നിൽക്കുക. എനിക്ക് നോക്കിയപ്പം ഷീസ് ലുക്കിംഗ് ലൈക്ക് എ ഡോൾ, ഒരു പാവക്കുട്ടിയെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിങ്ങനെ വരുന്നു, അതിൻ്റെ ഡ്രസ്സിങ് അങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ മുഴുവൻ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് ആണ്. ആ ഡ്രസ്സിങ് ആ പ്രൊഫഷൻ അത്യാവശ്യമാണ്. ഈ വരുന്നവർ ഹണിറോസിൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്നതല്ല, ഹണിറോസിനൊന്ന് കാണാൻ വേണ്ടി വരുന്നത്. അത് അവർ കാണാൻ അഴകളവുകൾ കൃത്യമായി രേഖപ്പെടുത്തിയ വസ്ത്രം ധരിച്ച് വരുന്ന അവരെ കാണാൻ വേണ്ടി വരുന്നവരാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അവിടെ ഒരു മാർക്കറ്റിംഗ് നടക്കും, സ്വാഭാവികമായിട്ട് മാർക്കറ്റിംഗ് നടക്കും. ഒരാൾ ഒരു നല്ല ബോക്സർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജിം ട്രെയിനർ അയാളുടെ മസിലാവും കാണിച്ചു കൊടുക്കുക. ഞാൻ അങ്ങനെ മസിൽ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല, വല്ല പോളിയോ ബാധിച്ച ഭാര്യയുടെ കൈയും കാലും ഒക്കെ ഇരിക്കുന്നത്. ആ മസിലാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ പറയുമ്പോൾ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ പണിയെടുക്കുന്നതാണ്, തൂമ്പ കൊണ്ട് പണിയെടുക്കുന്നതാണ്, എല്ലാ സാധനങ്ങളും എടുക്കുന്നതാണ്, കല്ല് കയറ്റിയിട്ടുള്ളതാണ്, ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ മസിൽ ഉണ്ടാവില്ല. അത് അതിനുണ്ടാക്കാനായിട്ടുള്ള പ്രോട്ടീൻസ് കഴിക്കണം, എന്നിട്ട് ആ രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം. അല്ലാതെ വെറുതെ മസിൽ ഉണ്ടാവുകയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാർക്കും മരം ലോഡ് ചെയ്യുന്നവർക്കും ലോഡിങ്ങുകാർക്കും ഒക്കെ നല്ല മസിൽ ഉണ്ടാവണമല്ലോ. ഇങ്ങനെ ബലൂൺ വീർത്ത പോലെയല്ലേ മസിൽ വീർക്കുന്ന ചിലർക്ക്. അപ്പം എനിക്ക് ഇവരുടെ ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിത്തം നിറഞ്ഞ ചിരി, ഒരു ഡോൾ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു പാവക്കുട്ടിയെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ ശരീരത്തിലേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മുഖത്ത് വേറെ ഒരു എക്സ്പ്രഷനും ഇല്ല, ഒരു ചിരി മാത്രം. ഇങ്ങനെ ഈ ഈ കോപ്രായം കാണിക്കുമ്പോൾ അത് ചിരിക്കുകയാണ്. കാരണം അതിനാ വേദിയിൽ ആ ചിരിക്കുക, അല്ലാതെ വേറെ മാർഗ്ഗം ആ സമയത്ത് പ്രതികരിക്കാൻ വയ്യ. അത് അവിടെ വെച്ച് എടുക്കുന്ന തീരുമാനം, ഇനി ഒരിക്കലും ഇയാളുടെ കൂടെ ഇയാളുടെ ഒരു പരിപാടിക്ക് ഞാൻ പോവില്ല എന്ന്. 5 അല്ല 10 ലക്ഷം തന്നാലും ശരി, അരമണിക്കൂർ നേരത്തേക്ക് അത് തന്നാലും ശരി, ഞാൻ ഇയാളുടെ കൂടെ പോവില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് ആത്മാഭിമാനം. അങ്ങനെ പോവില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ പേരിലാണ് ആ പെൺകുട്ടിയെ പിന്നീട് നിരന്തരമായി സൈബർ അറ്റാക്ക് നടത്തുകയും വേട്ടയാടുകയും അതിനെക്കുറിച്ച് ദയാർത്ഥ പ്രയോഗങ്ങൾ പിന്നീട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത്. അവിടെയാണ് കുഴപ്പം. ഇറ്റ്സ് എ ക്രൈം. പോകുന്നില്ല എന്ന് തീരുമാനിക്കാൻ ആ പെൺകുട്ടിക്ക് അവകാശമുണ്ട്. അവിടെ വെച്ച് പ്രതികരിച്ചില്ലേ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. പ്രതികരിക്കുകയല്ല, അവിടെ വെച്ച് തീരുമാനമെടുക്കുകയാണ് ആ കുട്ടി ഓൺ ദി സ്പോട്ട്. ഐ വിൽ നെവർ ഷെയർ എനി സ്റ്റേജ് വിത്ത് ദിസ് ഫക്കിംഗ് ഫെലോ എന്നുള്ള തീരുമാനം എടുക്കുക. അത് അവിടെയല്ലേ ധീരമായ തീരുമാനം എന്ന് പറയുന്നത്. 5 ലക്ഷം 10 ലക്ഷം ഓഫർ ചെയ്താലും ഇനി ഇവൻ്റെ ഒരു കോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോവില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ്. പിന്നെ ഇപ്പം സൗന്ദര്യത്തെക്കുറിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സെക്സിയായ സുന്ദരിയായ സ്ത്രീയായിട്ട് തോന്നിയിട്ടുള്ളത് നടിമാരുടെ ഇടയിൽ ശ്രീവിദ്യയാണ്. അന്തരിച്ചു പോയ കമലഹാസനായിട്ട് പ്രണയമായിരുന്നു, പിന്നെ അതേപോലെ തന്നെ പലരുമായിട്ട് പ്രണയമായിരുന്നു. അവസാന കാലത്ത് നമ്മളെ പത്തനാപുരം കുട്ടപ്പൻ്റെ കിണിയിൽപ്പെട്ടിട്ടുള്ള സ്വത്തും കുറേ പോയി, ഒക്കെ ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയി. അതിനിടയിൽ വിവാഹം കഴിച്ചു, അതും ട്രാജഡി ആയിരുന്നു. അവരെ അവസാനം ഞാൻ കണ്ട സിനിമ അനിയത്തിപ്രാവ് സിനിമയിൽ ഈ കുഞ്ചാക്കോ ബോബൻ്റെ അമ്മ റോളിലാണ്. അവരുടെ ഒരു അഴകളവ് നോക്കൂ, ആ സ്ട്രക്ചർ ഇങ്ങനെ വരുന്നു. മുഖത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ 2 സൈഡിലും ഒരേമാതിരിയാണ്. ഒരു 0.0001 മില്ലി വ്യത്യാസം എവിടെ ഉണ്ടാവില്ല. സ്കെയിലിംഗ് വളരെ ക്ലിയറാണ്. കണ്ണ്, മൂക്ക്, ചുണ്ട്, ചെവി, കഴുത്ത്, അരക്കെട്ട്, ബാക്കി മാറിടം, ബാക്കി അവരുടെ മൊത്തം അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ആർക്ക് കിട്ടും? എനിക്ക് കിട്ടില്ല, നിങ്ങൾക്ക് കിട്ടില്ല. 2 ഭാഗവും ഒരേപോലെ. ഒരു എന്താ പറയുക, ഒരു ഫുട്ബോൾ അതിന് നേരെ സെൻറ്ററിൽ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ നേരെ സെൻറ്ററിൽ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ 2 സൈഡും ഒരേപോലെ ഇരിക്കും. അതേപോലെ ഇരിക്കുന്നവർ അതിസുന്ദരിയായ ഒരു സ്ത്രീ, അത്രയും പ്രായമുണ്ട്, നമ്മൾ അമ്മയേക്കാൾ പ്രായമുള്ളതാണ്. പക്ഷേ അവരോട് നമുക്ക് ക്രഷും ഒരു സെക്ഷൽ അട്രാക്ഷനും ഒക്കെ തോന്നിപ്പോകും. അതിനപ്പുറത്ത് പ്രണയം തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഭാവങ്ങളുണ്ട്. അവരെ കണ്ണ് കൊണ്ട് കവിത എഴുതുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഇപ്പം ഗീത നടി പഞ്ചാഗ്നിയിലും ഒക്കെ ലാൽ സലാമിലും ഒക്കെ അഭിനയിച്ച അവരുടെ കണ്ണിന് പ്രത്യേകതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കനകലത വളരെ പ്രായമുള്ള നടിയാണ്. ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയെന്ന് എനിക്കറിയില്ല. കനകലതയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും വെടിവെക്കുന്നു. എനിക്ക് അത്രയും ഭാഷയോട് യോജിപ്പില്ല. പക്ഷേ കനകലതയ്ക്ക് ആളുകളെ തന്നിലേക്ക് വശീകരിക്കുന്ന രീതിയിലുള്ളൊരു ഭാവവും ഇതുമൊക്കെയുണ്ട്. അങ്ങനെയാണ് ഒരു വശീകരണ വശീകരിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു സ്പാർക്ക് അവരിലുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം കാവ്യമാധവൻ്റെ കണ്ണുകൾ വളരെ രസകരമാണ്. കാവ്യമാധവൻ പക്ഷേ എന്നാൽ നമുക്ക് സെക്സി ആയിട്ട് നമുക്ക് തോന്നില്ല. കാവ്യമാധവൻ്റെ ആ അയലൊക്കത്തെ വീട്ടിലെ കുട്ടിയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ സ്വഭാവം കയ്യിലിപ്പോൾ അയലക്കത്തെ വീട്ടിലെ കുട്ടിയല്ല, അത് മഞ്ജുവിനാണ് ഉള്ളത്. മഞ്ജു വളരെ പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ്. മഞ്ജുവിനോട് ഈ രീതിയിലുള്ള അട്രാക്ഷൻ ആർക്കും തോന്നില്ല. മഞ്ജുവിനോട് വേണമെങ്കിൽ ആൾക്കാർക്ക് പ്രണയം തോന്നി നിന്ന് വരാം. മഞ്ജുവിനോട് വേണമെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ തോന്നില്ല. പ്രണയവും സെക്ഷൽ അട്രാക്ഷനും തമ്മിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. രണ്ടും രണ്ടാണ്.
പ്രണയം തോന്നുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം തോന്നുന്ന ആളോടൊപ്പം നമുക്ക് ചേർന്ന് കിടക്കുന്നതിനകത്ത് അല്ലെങ്കിൽ പിന്നെ അടുത്തിരിക്കുന്നതിനകത്ത് കിട്ടുന്ന സാഫല്യമൊന്നും ഈ സെക്സിനകത്തുനിന്ന് കിട്ടില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഓർഗാസം എന്ന് പറയുന്നത് മിനിറ്റുകളുടെ മാത്രം കാര്യമാണ്. മറ്റേത് അങ്ങനെയല്ല. മറ്റേതൊന്ന് കൈകോർത്ത് പിടിച്ച് നടന്നാൽ മതി, ഒന്ന് അടുത്തിരുന്നാൽ മതി, കുറച്ചു നേരം വർത്താനം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒന്ന് വഴക്ക് ചെറുതായിട്ട് കൂടിയാൽ മതി, അതിനൊക്കെ ഒരു സുഖം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ മീര ജാസ്മിൻ ആണെങ്കിലും വളരെ ഈ പറഞ്ഞ പോലെ അയൽവക്കത്തെ കുട്ടിയുടെ അട്രാക്ഷൻ ഉള്ള വളരെ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ്, നല്ല നിലപാടുണ്ട്. എനിക്കിപ്പോൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഹണി റോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഷീസ് ലുക്കിംഗ് ലൈക്ക് എ ഡോൾ എന്ന് പറഞ്ഞു. ഞാൻ പാവക്കുട്ടിയെ പോലെ അധികം ബുദ്ധിയൊന്നും ഇല്ലാത്തൊരു സാധനം എന്ന് എഴുതിയത്. പക്ഷേ ഈ വിഷയത്തിനകത്ത് ഹണി റോസ് മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ എൻ്റെ പേര് നിങ്ങൾ എടുത്തു പറയണമെന്ന് പറയുകയും ആവർത്തിച്ച് പല മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഡെപ്ത് നന്നായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. പൊട്ടിയായിട്ട് ഇങ്ങനെ നടക്കണമെന്നേ ഉള്ളൂ. പൊട്ടിയല്ല, ബുദ്ധിയുണ്ട്, നല്ല വിവരമുണ്ട്. ഈ ബോച്ചനമാരി കോപ്രായം കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. നല്ല വിവരമുണ്ട്, നല്ല സെൻസ് ഉണ്ട്, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനറിയാം, അവനവൻ്റെ സ്റ്റാൻഡ് വിശദീകരിക്കാനുള്ള കെൽപ്പുണ്ട്. ഇന്നത്തെ യുവത്വത്തിന്, ഇന്നത്തെ പെൺകുട്ടികൾക്ക്, അങ്ങനെയുള്ള പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. എൻ്റെയും നിങ്ങളുടെയും സഹോദരിമാരാണെങ്കിൽ, നമ്മുടെ സഹോദരിമാരുടെ മക്കളാണെങ്കിൽ, നമ്മുടെ കസിൻസിൻ്റെ ഭാര്യമാരാണെങ്കിൽ അങ്ങനെ സ്റ്റാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോയി എനിക്ക് ഹണി റോസിന്. കാരണം ഞാൻ പ്രതീക്ഷിച്ച ഹണി റോസ് ഇങ്ങനെയല്ല. ഞാനിങ്ങനെ കാണുമ്പോൾ ഈ സ്റ്റേജിനകത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എപ്പോഴും തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇത്, അപ്പോൾ അത്രയും ഞങ്ങൾ കൂട്ടിയിട്ടുള്ളൂ. അതേസമയം അതിനപ്പുറത്ത് ഒരു വിഷയത്തിനകത്ത് വൈകാരികമായി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ബാധിക്കുന്ന ഒരു വിഷയത്തിനകത്ത് ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ വളരെ സ്പഷ്ടമായ വാക്കുകളിൽ ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ട് ഓരോ വിഷയവും എണ്ണി കൃത്യമായി പറയുകയും അത് പ്രസന്റേഷൻ സ്കില്ലും വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മുടെ ശോഭന മണിച്ചിത്രത്താഴിലൊക്കെ അഭിനയിച്ച ശോഭനയെക്കുറിച്ച് നമ്മുടെ അനിൽ കപൂർ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും സെക്സിയായ യുവതി എന്നാണ്. അന്നൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് തടിയുള്ളവരുടെ താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല സെക്സിനെ കുറിച്ച്. അപ്പോൾ ശോഭന ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ശോഭനയുടെ തേമാൻ കൊമ്പത്ത് പോലെയുള്ള സിനിമകൾ മണിച്ചിത്രത്താഴൊന്നും നമ്മൾ മറക്കില്ല, കാർത്തുമ്പിയൊന്നും നമ്മൾ മറക്കില്ല. അപ്പോൾ ശോഭനയോട് അനിൽ കപൂർ പറഞ്ഞിട്ടുള്ളതാണ്. അനിൽ കപൂറിൻ്റെ അനിയനാണ് ജ്യേഷ്ഠൻ ബോണി കപൂറാണ് നമ്മുടെ മറ്റേ ഇവരെ കല്യാണം കഴിച്ചിരുന്നത്. പേരിപ്പോൾ കിട്ടുന്നില്ല. ഓക്കെ, ശ്രീദേവിനെയാണ് കല്യാണം കഴിച്ചിരുന്നത്. അവർ പിന്നെ ആ കാലത്തിൽ മരണപ്പെട്ടു പോയി. ഓക്കെ, അതേപോലെ തന്നെ ശ്രീദേവിനെ കണ്ടാൽ കൊച്ചു കുട്ടികളുടെ മുഖഭാവമാണ് തോന്നിയിരുന്നത്. മാധുരി ദീക്ഷിത്തിനെ കണ്ടു കഴിഞ്ഞാൽ സെക്സി ആയിട്ട് തോന്നുക. പ്രത്യേകിച്ച് അവരുടെ ഏക് ദോ തീൻ മറ്റേ ഗൽനായക് സിനിമയ്ക്കകത്തുള്ള പാട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ അങ്ങേയറ്റം സെക്സി ആയിട്ട് അവരെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ രംഗീല സിനിമയ്ക്കകത്താണ് ഈ ഊർമിള മണ്ഡോത്കർ വരുന്നത്. ആ സിനിമ രാംഗോപാൽ വർമ്മയുടെ സിനിമ. രാംഗോപാൽ വർമ്മയ്ക്ക് പിന്നെ കാണുന്നവരോട് മുഴുവൻ ക്രഷാണ്, ആരെ കണ്ടാലും ക്രഷാണ് എല്ലാവരോടും. ഇപ്പം നമ്മളെ ഗോപിസുന്ദറിൻ്റെ മാതിരിയാണ്. ഒരു ദിവസം ഒരാളോട് ക്രഷ്, എല്ലാവർക്കും അവസരം വാഗ്ദാനം ചെയ്യും. സിനിമയിൽ അങ്ങനെ ഒരു പ്രത്യേകതരം ടൈപ്പാണ്. ഞരമ്പ് രോഗത്തിൻ്റെ അങ്ങേ തലത്തിൽ നിൽക്കുന്ന ആളാണ്. അയാളുടെ ഫസ്റ്റ് പടമായിരുന്നു ഈ രംഗീലയ്ക്കകത്ത് ഊർമിള മണ്ഡോത്കർ അഭിനയിക്കുന്നു. ഊർമിള മണ്ഡോത്കറെ സംബന്ധിച്ചിടത്തോളം ഊർമിള മണ്ഡോത്കർ അന്നൊരു സെക്സ് ബോംബ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പരസ്യത്തിലാണ് വന്നിരുന്നത്. ഒരു പക്ഷേ ചിലർക്ക് അവരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, പക്ഷെ അവരുടെ ഫേസ്, അവരെ അപ്പിയറൻസ് എനിക്കങ്ങനെ തോന്നിയില്ല. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഓരോരുത്തർക്ക് ഒരുതരം വന്യമായ ഒരു വൈൽഡ് സെക്സിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, വളരെ മൃദുവായിട്ടുള്ള പരസ്പരം പ്രണയത്തിലേർപ്പെട്ട് അങ്ങനെ സെക്സിലേക്ക് പോകുന്നതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതേപോലെ തന്നെ പല തരത്തിലാണ് ഇതിൻ്റെ ടേസ്റ്റുകൾ നിൽക്കുന്നത്. ഓരോ ഇറ്റ്സ് വെരി പേഴ്സൺ ടു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ മനുഷ്യൻ്റെയും കാഴ്ചപ്പാടുകൾക്കും സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അഭിരുചികൾക്കും ഒക്കെ വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കും. അത് ഒരാൾക്ക് ബിരിയാണി ഇഷ്ടമാണെങ്കിൽ ഒരാൾക്ക് നെയ്ച്ചോറായിരിക്കും ഇഷ്ടം, വേറൊരാൾക്ക് സദ്യ ആയിരിക്കും ഇഷ്ടം, വേറൊരാൾക്ക് മീൻകറി ആയിരിക്കും ഇഷ്ടം എന്ന് പറയുന്നത് പോലെ തന്നെ സെക്സിനകത്തും വ്യത്യസ്തമായ അഭിരുചികളുണ്ട്. അതുകൊണ്ടാണല്ലോ പൊസിഷൻസിനകത്ത് തന്നെ വരുന്ന വ്യത്യാസം. ചിലർക്ക് മെഷീനറി പൊസിഷൻ മാത്രമേ പറ്റുള്ളൂ സ്ത്രീകൾക്ക്, മറ്റേതൊക്കെ പാവാണെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ മറ്റുള്ള എല്ലാ പൊസിഷൻസും പരീക്ഷിക്കുന്നവരുണ്ട്. അത് രണ്ടു കൂട്ടർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് മാത്രം. അത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ, സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സെക്സോളജിസ്റ്റിനെ ഒക്കെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഈ ഫക്കിംഗ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നതാണ്. ഫക്കിംഗ് അല്ല, കാമശാസ്ത്രത്തിൽ തന്നെ എടുത്തു നോക്കൂ. ഈ സെക്സ് എന്ന് പറയുന്നത്, ലൈംഗികത എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മനോഹരമായ ദിവ്യമായ ദൈവം തന്നൊരു വരദാനമാണ്. അത് ഏറ്റവും മനോഹരമായി എൻജോയ് ചെയ്യേണ്ടതാണ്. ഞാൻ കരുതും ഈ
ബലാത്സംഗം ചെയ്യുന്നവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? നമ്മുടെ ഇണയെ തൃപ്തിപ്പെടുത്തുമ്പോഴാണ് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഓർഗാസം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. നമുക്കിത് പോകുമ്പോഴോ അല്ലെങ്കിൽ അവർക്കത് കിട്ടുമ്പോഴോ അല്ല ഉള്ളതല്ല. അതിനപ്പുറത്ത് ഓർഗാസം എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയിലെത്തണമെന്നുണ്ടെങ്കിൽ ഇണയ്ക്ക് തൃപ്തിയായി എന്ന തോന്നലിൽ നിന്നാണ് താൻ തികഞ്ഞവനാണ് എന്നൊരു പുരുഷനും അല്ലെങ്കിൽ താൻ തികഞ്ഞവളാണ് എന്നൊരു പെണ്ണിനും അഭിമാന ബോധം ഉണ്ടാവുന്നത്. അതേസമയം ഈ റേപ്പൊക്കെ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? അതിനേക്കാളും നല്ലത് വല്ല പിന്നെ PVC പൈപ്പിലോ അല്ലെങ്കിൽ വല്ല മതിലിൻ്റെ മാളത്തിലോ ഒക്കെയാണ് പോയിട്ട് കിട്ടാൻ പോരെ. അതിനകത്ത് വല്ല പാമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതോടുകൂടി ഇവൻ്റെ കഥയും കഴിഞ്ഞ് കിട്ടും. കുറച്ച് ഓവറായിട്ടാണ് പറയുന്നതെന്ന് അറിയാം, സെൻസർ ചെയ്തൊന്നും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പാർവതി തിരുവോത്ത് ചിലപ്പോൾ എക്സ്പോസ് ചെയ്യാറുണ്ട്. അവർ ക്ലീവേജ് കാണിക്കാറുണ്ട്. അത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ്. എടാ എനിക്കിതൊക്കെ ഉണ്ട്, നീയൊക്കെ കാണും, നീ കണ്ട പോലെ കൂട്ടിക്കോ എന്നുള്ള മട്ടില്ല. അത് സ്ത്രീത്വത്തിൻ്റെ അഭിമാനത്തെ തിരിച്ചു പിടിക്കില്ല. അല്ലാതെ അവരത് കാണിച്ചിട്ട് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അവരൊന്നും മിണ്ടാതിരുന്നാൽ തന്നെ അവർക്ക് ഇഷ്ടംപോലെ സിനിമ കിട്ടും. അവർ നിരന്തരമായി പ്രതിഷേധത്തിൻ്റെ ഭാഷ സ്വീകരിക്കുന്നത് കൊണ്ടും നിലപാടുള്ള പെൺകുട്ടിയായതുകൊണ്ടും സിനിമയിൽ നിന്നും മെല്ലെ തിരസ്കൃതിയായി മാറി നിൽക്കുകയാണ്. പോടവില്ല എന്നുള്ള മട്ടിൽ അവർ നിൽക്കുന്നത്. അവരത് ക്ലീവേജ് പ്രദർശിപ്പിക്കണമെന്നോ എനിക്ക് ഇത്രയൊക്കെ ഉണ്ടെന്ന് കാണിക്കണമെന്നോ കരുതിയിട്ടല്ല, മറിച്ച് അത് അവരുടെ പ്രതിഷേധത്തിൻ്റെ അടയാളമാണ്. ഇറാനിൻ്റെ ഒരു പെൺകുട്ടി പൂർണ്ണമായി വസ്ത്രം വലിച്ചെറിഞ്ഞ് ഈ ശിരോവസ്ത്രം ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പരിപൂർണ നഗ്നയായി പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമാണ്. അതെന്താ എൻ്റെ ശരീരം എല്ലാവരെയും കാണിക്കണമെന്ന് എഴുതിയിട്ട്? അങ്ങനെയല്ല, സഹി കെട്ട ഒരു പെൺകുട്ടിയുടെ പ്രതിഷേധമാണ്. അപ്പോൾ പ്രതിഷേധത്തിന് വരെ നഗ്നതാ പ്രദർശനം അടയാളമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും അതും പൂർണ്ണമായി ഡ്രസ്സ് ഇട്ടാണ് വരുന്നത്. ഇവർ മുട്ടിട്ടുള്ള ഫ്രോക്ക് ഇട്ടിട്ട് പോലും ഈ കണിറോസ് വരുന്നില്ല. ഇവരുടെ ഈ ഡ്രസ്സിനകത്തുള്ള സ്ട്രക്ചർ കണ്ട് അതിൽ മതിമറന്ന് അത് അവിടുത്തെ സ്വയംഭോഗം ചെയ്യുന്ന മനോരോഗികളുടെ മനോവൈകൃതമുള്ളവരുടെ, അതേപോലെ തന്നെ അവരെ വീണ്ടും അവരെ ഒരു പരിപാടിക്ക് ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ട്യൂൺ ചെയ്ത് മെല്ലെ കിട്ടും, ബാക്കിയുള്ളവരെ കിട്ടുന്ന പോലെ മെല്ലെ കാരവാനിൽ കയറ്റിക്കൊണ്ട് പോകാമെന്ന് കരുതി 1000 ഏക്കർ എസ്റ്റേറ്റിലേക്ക്. അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അവരെ പുറകെ നടന്ന് ശല്യം ചെയ്ത ഈ 1-ാം നമ്പർ കോഴി ബോച്ചയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ, ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് രാഹുൽ ഈശ്വരൻ വന്ന് സംസാരിക്കുമ്പം അതിൻ്റെ കൂടെ കേരളീയ മനസ്സാക്ഷി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രബുദ്ധ കേരളം എന്ന് ഇനി ഒരിക്കലും നമുക്ക് മലയാളിക്ക് അവകാശപ്പെടാൻ അർഹതയില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഡൽഹിയിലെ നിർഭയ കേസ് നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, റേപ്പ് ചെയ്യുമ്പോൾ എന്ത് സുഖമാണ് കിട്ടണേ, ആ പെണ്ണത് എൻജോയ് ചെയ്യുന്നില്ലല്ലോ. മൃഗങ്ങൾക്കിടയിലൊക്കെ അങ്ങനെയുണ്ടോ? ഒരു കോഴി, ഒരു പൂവൻകോഴി, അതിന് ഒരു ഇണയൊന്നുമില്ല. അത് ഒരു കോഴിയുടെ അടുത്ത് പടക്കോഴിയുടെ അടുത്ത് കയറും, അത് കഴിയുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ വേറെ പടക്കോഴിയുടെ അടുത്ത് കയറും. അപ്പോഴത്തേക്ക് ഈ പടക്കോഴിയുടെ അടുത്ത് വേറെ പൂവൻകോഴി വരും. ഇത് അതുകൊണ്ട് കോഴിത്തരം എന്ന് പറയുന്നത്. ഒരു 1-ാം നമ്പർ കോഴി തോന്നിവാസം കാണിക്കുക. ഒരു കോഴി പൂവൻകോഴിയാണോ പെടക്കോഴിയാണോ എന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് ജെൻഡർ ഐഡന്റിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലാത്ത ഈശ്വരൻ വന്നിട്ട് അതിന് ന്യായീകരിക്കുക. ഇപ്പം നസീം നമ്മളെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പ്രയോഗിച്ചതുപോലെ നസ്രിയ നസീം എന്നൊക്കെ പറഞ്ഞ പോലെ നസീം ഫഹദ് ഫാസിലിൻ്റെ ഭാര്യ, ഫാസിലിൻ്റെ മരുമകള്, അവർ തമ്മിൽ 12 വയസ്സ് വ്യത്യാസമുണ്ട്. ഫഹദിന് 33 വയസ്സും ഈ കുട്ടിക്ക് 21 വയസ്സുണ്ടാവുമ്പോഴൊക്കെ വിവാഹം കഴിച്ചത്. അവർ വളരെ മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പം നസ്രിയയുടെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ ഇപ്പോൾ എടുത്തിട്ട് പ്ലേ ചെയ്ത് കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള പ്രയാസമുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ടുള്ള കമൻറ്റുകൾ കാണണം. മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം അതിൻ്റെ അങ്ങേ തലക്കിലെത്തിയെന്ന് ഞാൻ പറയട്ടെ. ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ പോയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യടോ, അല്ലെങ്കിൽ ഈ സാധനം കണ്ടിച്ചുകളാ, മുറിച്ചുകളാ. ഇതാണ് നിന്റെ ശല്യം എന്നുണ്ടെങ്കിൽ. ആ ഫോട്ടോ കാണാൻ കിട്ടുന്നില്ല. എവിടെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്? ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവർക്കും ശുഭരാത്രി അല്ലല്ലോ, എന്താ പറയുക, സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ കൂടുതൽ കാര്യങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.